നീ ഒന്നും കഴിച്ചില്ലല്ലോ. പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ പോവാ. ഞാൻ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല ഇപ്പൊ തന്നെ നേരം വൈകില്ല, ഇനി കഴിക്കാൻ നിൽക്കുമ്പോഴേക്കും ഒത്തിരി നേരം. എനിക്കറിയില്ല രാവിലെ കഴിച്ചിട്ട് പോകണമെന്നുള്ള കാര്യം. അമ്മയും ചെറുതി പ്രത്യേകം പറഞ്ഞത് നിനക്ക് കൂടി ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. ഒന്ന് വന്നേ. അല്ല ഇനി കഴിക്കാൻ നമ്മൾക്ക് വൈകൂടി, ഞാൻ പുറത്ത് കഴിക്കാം, അത് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് വരുമോ? ഉച്ചക്ക് എന്തിനാ പറഞ്ഞാ ഇവിടുന്ന് കഴിച്ചാൽ പോലെ. എന്നാ ഉച്ചക്ക് വരാം. വിശക്കുണ്ടോ? ചായ കുടിച്ചില്ലല്ലോ. പുറത്തുനിന്ന് കഴിക്കാന്ന്. കൈ നിറച്ചങ്ങ് വാരി തിന്നേ. അവിടെ നിന്ന് പാലും കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. നീ പറഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കിയത്. 24 മണിക്കൂർ ഇപ്പൊ കളിയുള്ള കറി കൂട്ടി നല്ലോണം തിന്നോട്. കളിക്കും വേണ്ട പിന്നെ കളി വേണം, അത് ഇടയ്ക്ക്. നല്ലോണോടാ? നല്ലോണോ? നിനക്കൂടെ ഇരുന്നോടി. എനിക്ക് വേണ്ട. നീ എന്താ കഴിച്ചോ? ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേന് ഇച്ചിരി എടുത്ത് തിന്നു. വിശക്കണില്ല. ഇപ്പൊ ഞാൻ എടുത്ത് ഒരാപ്പാവള് തന്നെ കഴിച്ചു. അപ്പൊ ഞാൻ കറി എടുത്തുള്ളൂ. എന്താ പറയാ, അകത്ത് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്, തടി കുറയ്ക്കാന്. ഡയറ്റിങ്. വെള്ളം കഴിച്ചു തുടങ്ങും. വെള്ളം കഴിക്കാതിരിക്കണ വെള്ളം ഒഴിച്ചു വെക്കണമെന്ന് അറിയില്ല. എന്റെ പൊന്നോ, എന്തിനിങ്ങനെ ആക്രാന്തപ്പെട്ട് തിന്നണം? പതുക്കെ തിന്നാ പോരെ. അതെ, നാളെ 24 മണിക്കൂർ നിരാഹാരമാണ്. ഇന്ന് ഇച്ചിരി കാര്യമായിട്ട് വല്ലതും പിടിപ്പിക്കണം. ഒന്നുമില്ല, ഉച്ചവരെയെങ്കിലും കിടക്കണ്ട കളിയാ. അതെ, അവളെന്ന് വരും ആർക്കറിയാം. അല്ല, അവളെ അച്ഛൻ്റെ തീരുമാനം എന്താ കളിയാ? ചാകയില്ല, കട്ടില് ഒഴിയേയില്ല. അല്ലാണ്ട് എങ്ങനെ എന്ന് തുടങ്ങിയ വലിയാണ് 1 വർഷമായി. കിടക്കൊന്നുമല്ല, പക്ഷെ കിടന്ന പോലെ തന്നെയാ. അല്ല, അത് ഗുണമുണ്ടായി. ആശുപത്രി ഒന്നും ഡെവലപ്പായി, പുതിയൊരു ബിൽഡിങ്ങും കൂടെ കെട്ടി. അവരുടെ കാശുണ്ടാ. എത്ര പൈസയാണ് ആശുപത്രി കൊണ്ടുകൊടുത്തതെന്ന് ഒരു പിടിയില്ല. അല്ല അത് പോട്ടെ, ഈ അമ്മ ഓടി അമ്മാവിന്റെ അടുത്തോട്ട് പോണെന്തിനാ? എന്തോ കഥ എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ ഒരു കാര്യമില്ലേ, രണ്ടുപേർക്കും ഒന്നരാടം കാണണം. അല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ കാണാതിരിക്കുവോ ഈ അങ്ങനെ നിങ്ങൾ? അതുപോലെ തന്നെ അവർക്കെന്താ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല അവനോട്. എന്തെന്ന് അവനോട് കണ്ടില്ലെങ്കിൽ എനിക്ക് എന്താ ഒന്നുമില്ല. ഇവിടെ നേരത്തെ ചോദിച്ചോ, അയ്യോ അവൻ വല്ലതും കഴിച്ചു കാണുന്നുണ്ടോ, അവൻ വല്ലതും കുടിച്ചു കാണുന്നു, എന്തൊരു വേവലാതിയായിരുന്നു അറിയാടെയാണ്. പറച്ചില്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നോക്കിയിരിക്കും. ഞാൻ കൊണ്ടില്ല, ഞാൻ മുളക് പൊട്ടിക്കും. ഞാൻ തിന്നടി. നീ പറഞ്ഞിട്ടല്ല അപ്പൊ ഉണ്ടാക്കിയത്. തിന്നൂടെ നല്ലല്ലേ ഗ്ലീറ്റോ? ഇത് എല്ലാ പിള്ളേരും പറയണാണ്. ഞാൻ അവളെ കൂട്ടത്തിൽ പറഞ്ഞ ഏതെങ്കിലും പിള്ളേരുടെ തള്ളമാരുണ്ടാക്കി കൊടുത്തു, അത് വേഗം വന്ന് കഴിച്ചിട്ട് നീ വേണമെങ്കിൽ ഇവിടെ തന്നെ കിടന്നു. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, പോയി കിടക്കാം. ഇവിടെ കിടന്നോടാ, വല്ലപ്പോഴല്ലേ. എനിക്ക് അവിടെ പോയി കിടന്നാലേ ഉറക്കം. സിനിമ കഥയുടെ ബാക്കി പറഞ്ഞ അമ്മ. അതിപ്പോ പറയാൻ പാടില്ല. അതിന് പട്ടിയൊക്കെ ഉണ്ട്, കുരയ്ക്കും. രാത്രി നീ പേടിക്കൂടി. അതെ, നീ മുഴുവനും കഴിച്ചു തീർന്ന മാമൻ പറഞ്ഞു, അത് കഴിഞ്ഞു. അപ്പടി നിന്നെ അത് കഴിച്ചാ പറഞ്ഞു. ഒരപ്പം അവള് തിന്നേക്കണേ. അമ്മ തന്നെ ഈ നിന്ന് സംസാരിക്കണതിനിടയിൽ 2 അപ്പം കഴിച്ചിപ്പോ. നമ്മുടെ അമ്മായിയുടെ ബാബുവിന്റെ കൂടെ സിനിമയ്ക്ക് പോയ കഥല്ലേ? അതാ അവളോട് പറയാൻ പോണേ. അത് കഴിച്ചാ പറഞ്ഞു. ഇതൊക്കെ എവിടെ പഠിക്കണ എന്റെ മോള്? സംഭവം കേട്ടോ. പറയട്ടെ, പറയാം. അങ്ങനെ ബാബു മാമനും മാമയും കൂടെ സിനിമയ്ക്ക് പോയി. ശരി ഞാൻ രാവിലെ കാണാം. ഒന്ന് വെച്ചാരാ പോണത് പകലാണ്. 5 കിലോമീറ്റർ പോണം തിയേറ്ററിലേക്ക്. അങ്ങനെ സിനിമ കഴിഞ്ഞ് ഒരു 9:30-10 മണിയായി. അങ്ങനെ 10 മണിയായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നടക്കണ്ടേ, 5 കിലോമീറ്റർ നടക്കണ്ടേ. അങ്ങനെ ഒരു പാടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. ആരുണ്ടാവും, രാത്രിയല്ലേ. അങ്ങനെ റോഡ് കഴിഞ്ഞ് ഈ പാടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റിന്റെ മുകളിൽ ഒരാൾ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുക. ആരാത്? ഞങ്ങളാണ്. എവിടെ പോയി? സിനിമയ്ക്ക് പോയതാണ് പറഞ്ഞു. എന്നാ നേരെ ചൊവ്വേ പോ, അത്ര നല്ല വഴിയല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ വരിക.
നിങ്ങൾക്ക് എത്രാം ക്ലാസ്സിലായിരുന്നു നിങ്ങൾ? ഞങ്ങളന്ന് 8ാം ക്ലാസ്സിൽ. എന്ത്? അപ്പൊ വലുതായി. 8ാം ക്ലാസ് എന്ന് പറഞ്ഞാലും കുട്ടികൾ തന്നെയല്ലേ? പിന്നല്ലേ. അങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോണ സമയത്തുണ്ട് തൊട്ടു മുമ്പ് ഒരു വലിയ ഒരു നായ നിന്ന് കൊരയോട് കൊരാവും ഭയങ്കര ശബ്ദത്തിൽ. അതിൽ പേടിച്ചു. അതിൽ 2 പേരും പേടിച്ച് കൈയൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് എന്നിട്ട് ഇങ്ങനെ വരമ്പത്ത് കൂടെ നടക്കുകയാണ്. അമ്മായിയുടെ മറ്റേ ജാനുമ്മായിയുടെ ബാബു ഞാനുമായിട്ട് സിനിമയ്ക്ക് പോയ കഥ നടക്കുക. അതിന് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ നായ കുരച്ചിട്ട് പിന്നാലെ ആവശ്യമില്ലാതെ കഥകൾ കേട്ടിരുന്നിട്ട് രാത്രി കിടന്ന് സ്വപ്നം കണ്ട് വിളിക്കാനാണ് അളിയാ. ഇത് കഥ പറ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ദിവസം ഉണ്ടല്ലോ ഇതുപോലെ സ്വപ്നം കണ്ടിട്ട് രാത്രി വിളിക്കുക, അയ്യോ കനകമ്മാവനെ പ്രേതം പിടിച്ചെന്ന്. സംഭവം എന്താ അറിയാമോ, ഏതോ ഒരു സീരിയൽ കണ്ടു. എന്നിട്ട് രാത്രി കിടന്ന് പറയാണ് കനകമാമൻ തൊട്ടി ഇങ്ങനെ കണ്ടിന്ന് വെള്ളം കോരിക്കൊണ്ടെന്ന്. അപ്പോൾ അതിലൊരു വലിയ പ്രേതം ഇങ്ങനെ കയറി വന്ന് കനകമാമന്റെ കഴുത്തെ പിടിച്ചു. വെളുക്കോരെ വിളിയായിരുന്നു കനകമാമനെ പ്രേതം പിടിച്ചേത്. വേറെ കഥ പ്രേതം വേണ്ട. ഇനി പ്രേതം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉറങ്ങില്ല. ടെസ്റ്റ് പേപ്പറിനെല്ലാം പഠിച്ചാ കിടന്നോട്ടാ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രേതത്തിനെയും പേടിയില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ പ്രേതം എന്ന് പറഞ്ഞാൽ ഓടി തള്ളും. അല്ല അതെനിക്കറിയാം. അളിയന് ബ്ലഡ് കാണുമ്പോ പറഞ്ഞുണ്ടല്ലോ ക്ലാസ്സിൽ പിള്ളേരുടെ കൈ പറഞ്ഞ് ചോര ഉണ്ടാകുന്ന ബോധം കണ്ടു. പണ്ട് നീ ഓർക്കണ്ടോടാ അച്ചാച്ചൻ പറഞ്ഞൊരു കഥ. പണ്ടേ ഇവിടെ അച്ചാച്ചൻ, നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ, നമ്മൾ ഈ വീടിന് വെച്ച സ്ഥലത്ത് എന്തോ അമ്പലം എന്താണ്ടുമായിരുന്നു. അതിന്റെ അപ്പുറത്തായിട്ടൊരു വലിയ അമ്പലക്കുളോ പാലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട് ഇവിടെ വെച്ചത്. നമ്മള് പൊളിച്ചതല്ല, വേറെ അതിന് മുമ്പുള്ള ആരോ പൊളിച്ചതാ. എന്നിട്ട് ഒരു ദിവസം അച്ചാച്ചൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുക. അപ്പൊ രാത്രി ആയപ്പോഴത്തേക്കും കഥകില് പടപടാന്ന് പറഞ്ഞ ആരോ വന്ന് ഇടിക്കുക. ആ അച്ചാച്ചൻ ഇപ്പൊ ഇതെന്താ ആരാന്നറിയാൻ വേണ്ടിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോ ആരുമില്ല. പണ്ടത്തെ കൊച്ചു വീടാന്ന്. എന്നിട്ട് അച്ചാച്ചൻ ഇങ്ങനെ വഴിയിലോട്ട് നോക്കിയപ്പോ അന്ന് ഈ വേലിയുടെ അപ്പുറത്ത് നല്ല പൊക്കത്തിൽ ഒരാൾ നിൽക്കുക. അത്ര പൊക്കത്തിൽ ഇങ്ങനെ അയാൾ എന്നിട്ട് പണിക്ക് വിളിക്കാൻ വേണ്ടി വന്നേക്കണതാ. അന്ന് അച്ചാച്ചൻ അവരുടെ വീട്ടില് കറക്കാൻ പോവുമായിരുന്നു. നീ ഓർക്കണില്ലേ അത്? ആ എന്നിട്ട് അച്ചാച്ചനോട് ഇതെന്താ എത്ര നേരെ ഞങ്ങളവിടെ നോക്കിക്കണ, കിടാവ് പാലൊക്കെ കുടിച്ചു, വേഗം ഇങ്ങോട്ട് വായോ, അവിടെ കറക്കാൻ വേണ്ടിയിട്ട് എന്താ എത്ര വൈകിയത്, നിന്നെ കാണാതായപ്പോ വന്നതാ ഞാൻ പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നോ, ഇത്രയും വൈകിയത് ഞാൻ അറിഞ്ഞില്ല. അന്ന് ഇരുട്ടാണ്, 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും വെളുപ്പിന്. അപ്പൊ അപ്പോഴാണ് അച്ചാച്ചൻ പോണത്. അപ്പൊ അച്ചാച്ചൻ അയ്യോ അതേ ഞാൻ വരിക എന്ന് പറഞ്ഞ ഒരു തോർത്തെടുത്തിട്ട് ഈ വലിയ മനുഷ്യന്റെ പുറകെ നടന്നു. അപ്പൊ അച്ചാച്ചനെ ഓർക്കുന്നുണ്ട്, ഇതെന്ത് ഇത്രയും പൊക്കം ഇല്ലല്ലോ, ഇത്രയും പൊക്കം ഇല്ലല്ലോ എന്ന് അച്ചാച്ചൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്പീഡിൽ നടന്നിട്ട് ഈ മുമ്പിൽ പോണ ആൾക്ക് ഭയങ്കര വേഗത. അച്ചാച്ചൻ അങ്ങോട്ട് പുറകെ എത്തണില്ല. ഒരു കണക്കിന് കുറെ നേരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയല്ലാതെ സ്ഥലത്തെത്തണില്ല. അപ്പൊ അച്ചാച്ചൻ ചോദിക്കണ്ട ഇതെന്താ എത്താത്ത, നമ്മള് കുറെ നേരമായാലും നമ്മൾ നടപ്പൊടുങ്ങിയിട്ട് വഴി തെറ്റിയോ എന്നൊക്കെ ചോദിച്ചപ്പോ അച്ഛൻ ഇതാ വളവ് കാണണല്ലേ എന്ന് പറയുന്നുണ്ട്. കുറേ ഇതേപോലെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നേരം വെളുക്കാറായി. അപ്പത്തേനും കോഴി കൂവി. കോഴീന് ഈ സാധനത്തിന് പേടിയാന്ന്. കോഴി കൂവിയതും അച്ചാച്ചന് ബോധം വന്ന് മുമ്പിൽ നടക്കുന്ന ആളെ കാണാനില്ല. എങ്ങോട്ട് പോയിന്നറിയില്ല. അച്ചാച്ചൻ കണ്ണൊക്കെ തിരുമ്മി നോക്കുമ്പോ അമ്പലക്കുളത്തിന്റെ ദേ അറ്റ വന്ന് ഒരു കാലം എടുത്തു വെച്ചാ കുളത്തിൽ വീണ് ചാവും. അപ്പൊ ഈ പ്രേതത്തിന് കോഴിയെ പേടിയല്ലേ? ആ അങ്ങനെയൊക്കെയല്ലേ പറയണേ. കോഴി കൂവിയാ വരില്ല എന്നാ പറയണേ. എന്തൊക്കെയല്ലേ. നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇപ്പൊ ഒരു കഥ പറഞ്ഞു. ആള് തമിഴ്നാട്ടിൽ എന്തോ ഒരു ഇതിനു വേണ്ടി പോയതാ. അപ്പോൾ പോയപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഇടത്തരം ലോഡ്ജാ കിട്ടി, ഓടിട്ട അവിടെ താമസം. അപ്പോൾ പുള്ളി ഡ്രൈവറും കൂടെ ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് മുറി വേറെ എടുക്കാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവനോട് പറഞ്ഞ് ഇവിടെ കൂടെ കിടന്നു. അപ്പോൾ ഇവൻ ഭയങ്കര പേടിത്തൂറിയാണ് ഈ ഡ്രൈവർ. അപ്പോൾ പ്രസിഡന്റ് പതുക്കെ ബാത്റൂമിലൊക്കെ പോയിട്ട് അപ്പോൾ ഇവനെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എടാ നീ ബാത്റൂമിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം, അവിടെ എന്തോ ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് പോയപ്പോൾ ഒരു നിഴൽ ഇങ്ങനെ നിൽക്കണ പോലെ തോന്നി. പ്രസിഡന്റ് ചുമ്മാ എന്ന് പറഞ്ഞതാ. ഇവനുണ്ടല്ലോ, ഇവൻ പേടിച്ച് ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞ് കാതോടെ ഒരു വിളി. സംഭവം ഇവനവിടെ എന്തോ കണ്ടു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരുത്തം തൂങ്ങി മരിച്ചതാ. അതെ സമയം സമയം 12 കഴിഞ്ഞു.
പോയി കിടന്നേ നീ, മനുഷ്യന് ഉറങ്ങണ്ടേ? രാവിലെ ഈ ഇരിക്കുന്നത് എപ്പോഴും ഇല്ലല്ലോ. ഇല്ല രാവിലെ ഇനിയിപ്പോ ഇതിന് പോകാനുള്ളതാ. എപ്പോഴെങ്കിലേക്കല്ലേ ഉള്ളി, എപ്പോഴും ഇങ്ങനെ വർത്തനം പറഞ്ഞു. എന്നാ വന്ന് ഞാൻ ഇവിടെ ഒരു പായിട്ട് വരാം, നീ ഇവിടെ കിടന്നോ. ഏയ് ഇവിടെ കിടക്കട്ടെ, ഞാൻ അവിടെ തന്നെ പോയി കിടക്കാം. എന്താ ഇവിടെ കിടന്നോടെ വല്ലപ്പോഴും അല്ലേ? ഓ എനിക്ക് അവിടെ കിടന്നാലേ ഉറക്കം വരും. ഓരോരുത്തരുടെ കട്ടിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോയില്ല, എനിക്ക് ഉറക്കം വരും. എനിക്ക് നമ്മുടെ കട്ടിലേ വന്ന് കിടന്നാലേ വാ ക്ലീറ്റ വെറുതെ എവിടെ ഇരുന്നാ മതി, അവിടെ ഇരുന്ന് തോന്നുന്നു. എന്നാ പിന്നെ എന്നാ ശരി മോനെ ചെല്ലെന്നാ. അവന് വെള്ളം എന്തെങ്കിലും വേണേ കൊടുക്കും. എന്നാ വെള്ളം കൊണ്ടുവയ്ക്കോ, അല്ലെങ്കിൽ അവിടെ അടുക്കളയിൽ വെള്ളം ഉണ്ടാവില്ല, എടുത്ത് കുടിച്ചാൽ പോരെ. നിങ്ങൾക്ക് അതിന് ഉറക്കം വരുന്നുണ്ടപ്പോ? എന്തത്? എനിക്ക് ഉറക്കം തന്നെ വരുന്നില്ല. എനിക്ക് നല്ല ഉറക്കം. ഉറക്കം വേണ്ട, നിനക്ക് നാളെ ജോലിക്കൊന്നും പോണ്ടേ? ഞാൻ കിടക്കാൻ പോണേ. എന്നാ ചെല്ല്, ഞാൻ വാതിലടക്കട്ടെ. ഇപ്പൊ ഇരുന്ന സമയം കളയണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടാ. ആ വെള്ളം കാണാം. നീ ഉറങ്ങിയില്ലേ തക്കളി? ഉറങ്ങി അങ്ങോട്ട്. അവിടെ ഇല്ലേ വെള്ളം, ഇത് ഞാൻ ഒന്നും അങ്ങോട്ട് പോണേ എന്തിനാ? ആ എന്നാ ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടാ. ആ ക്ലീറ്റോ എന്താടി? അവൻ പോയി വാതിലൊക്കെ ഒന്ന് അടച്ചേ. നീ ഒന്ന് അലാറം വെച്ചേ. ഞാൻ അടുക്കളയിലൊന്ന് നോക്കട്ടെ. ആ നീ വേണ്ട, ഞാൻ തന്നെ വെക്കാം. നീ വെച്ചതിന് നാളത്തേക്കുള്ള മറ്റന്നാളാവും. നീ കിടക്കും, ഞാൻ അടച്ചു. ഒരു 5 മണിക്ക് അലാറം വെച്ചേ.